ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഏത് ഗോൾഡൻ വയർ വെച്ചിട്ടാണ് ഞാൻ ഇയറിങ്സ് എല്ലാം ചെയ്യുന്നത്, കൂടാതെ അതിന് എന്ത് പേര് പറയും, എവിടെ നിന്ന് കിട്ടും, എത്ര രൂപയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ വയർ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഇയറിങ്സും കൂടെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഗോൾഡൻ വയറിന് പറയുന്നത് ഗോൾഡൻ ബ്രാസ് വയർ എന്നാണ് കേട്ടോ. ഇത് 20 ഗേജ് ആണുള്ളത്. കൂടാതെ 20 മീറ്റേഴ്സിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. നിങ്ങൾക്ക് 10 മീറ്റേഴ്സിൻ്റെയും കിട്ടും കേട്ടോ. ഇത് കൂടാതെ ആർട്ടിസ്റ്റിക് വയർ എന്നും ഇതിനെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഗോൾഡൻ ബ്രാസ് വയർ എന്ന് അടിച്ചു കൊടുക്കുമ്പോഴാണ് ഷോപ്സിയിൽ നമുക്ക് ഇതിൻ്റെ ഇമേജ് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ബ്രാസ് വയർ എന്ന് പറയും, ആർട്ടിസ്റ്റിക് വയർ എന്നും പറയും. അതിനുള്ളിൽ തന്നെ ആർട്ടിസ്റ്റിക് വയർ എന്നാണ് കേട്ടോ എഴുതിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഷോപ്സിൽ അവൈലബിൾ ആണ്. മീഷോയിൽ അവൈലബിൾ അല്ല, ഞാൻ നോക്കിയായിരുന്നു. ഇനിയിപ്പോൾ വന്നിട്ടുണ്ടോ എന്നറിയില്ല, നോക്കിയ ടൈമിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഷോപ്സിയിൽ നിന്ന് ഇത് ഓർഡർ ചെയ്തു. 298 രൂപയായിരുന്നു ഈ ഒരെണ്ണത്തിന് വന്നിരുന്നത്. 20 മീറ്റർ ആയതുകൊണ്ടാണ് അത്രയും റേറ്റ്. കുറച്ചും കൂടെ കുറവ് റേറ്റാണ്, ഒരു 10 മീറ്റേഴ്സോ 5 മീറ്റേഴ്സോ ഉള്ളതുണ്ട്. അപ്പോൾ ഇത് 20 ഗേജ് മാത്രമല്ല കേട്ടോ, 19, 18, 17 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പിലും ഉണ്ട്. അപ്പോൾ കട്ടി കുറവായിരിക്കും, അതിനനുസരിച്ചാണ് റേറ്റും വന്നേക്കുന്നത്. ഇത് 0.92 mm ആണ് കേട്ടോ. ഇത് കൂടാതെ ഇതിലും കുറവായിട്ടുള്ള 0.82 mm ഒക്കെ കിട്ടും. അതല്ലാതെ നിങ്ങൾക്ക് 2 mm വരെ കിട്ടും. അതിന് 400 രൂപ എന്തോ ആണ്. നല്ല റേറ്റ് ഉണ്ട്. 10 മീറ്റേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടും ഉള്ളൂ. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ കളേഴ്സും സിൽവർ കൂടാതെ വേറെ ഒരു കളറുമായിട്ട് 3 കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് വാങ്ങാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നീട് നമ്മൾ എടുക്കുന്നത് കോപ്പർ വയർ ആണ്. ജ്വല്ലറി മേക്കിംഗ് കോപ്പർ വയർ. ഇത് 0.3 mm ആണ് കേട്ടോ. ഇത് വളരെ നൈസായിട്ടുള്ള കമ്പിയാണ്. നമ്മളിപ്പോൾ ബ്രാസ് വയർ വെച്ചിട്ട് എന്ത് തന്നെ ഡിസൈൻ ചെയ്താലും അതിനകത്ത് മുത്തൊക്കെ കുരുക്കത്തില്ലേ, അപ്പം നമ്മൾ ഈ ഒരു കോപ്പർ വയറാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് നമ്മളിതുപോലെ ചുറ്റി എടുക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരുപാട് ഐറ്റംസ് ചെയ്യാൻ പറ്റും. ഇതെല്ലായിടത്തും അവൈലബിൾ ആണ്, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നീട് നമ്മൾ ഇതുപോലെ ഇയർ വയേഴ്സ് അഥവാ ഇയർ ഹുക്ക് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം എടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് മുത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യത്തെ ഇയറിങ് ചെയ്യാൻ പോകുന്നതിന് എടുത്തു വെച്ച മുത്താണ്. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പം മുത്തുകൾ വേറെ ആയിട്ട് കാണിക്കാം. അങ്ങനെ ഈ മുത്ത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ഐറ്റമാണ് എടുത്തേക്കുന്നത്. ഇന്നത്തെ ഇയറിങ്സ് എല്ലാം സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആദ്യത്തെ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മളുടെ ഈ ഒരു ബ്രാസ് വയർ എടുത്തിട്ടുണ്ട്. നമുക്ക് അളവിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്കെയിലാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു 8 സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലൊരു 8 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ജോഡിയും ചെയ്തെടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇതുപോലെ 2 എണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഗോൾഡൻ വയർ ഇയറിങ്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അതെന്തുപോലെ സക്സസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടും. റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ടൂൾസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കുപ്പിയോ അടപ്പോ ഒക്കെ എടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് കണ്ടില്ലേ ചെയ്തു കൊടുക്കണം. അപ്പം നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടും. ഇനി നമുക്കിതിൻ്റെ 2 അറ്റത്തും ലൂപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ടൂൾസിനെയൊക്കെ പറ്റിയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഏതൊക്കെ ടൂൾസാണെന്നുള്ളത്. അപ്പോൾ ആ ടൂളൊക്കെയാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് നമ്മൾ 2 അറ്റത്തും ഓരോ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കോപ്പർ വയറാണ് വേണ്ടുന്നത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ. ഈ ഒരു ഐറ്റം അതെന്നിട്ട് നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൂപ്പിൻ്റെ അറ്റത്തേക്ക് വെച്ചിട്ട്, ലൂപ്പ് ചെറുതായിട്ട് പോലും ഓപ്പൺ ആയിട്ടിരിക്കരുത്, കാരണം നമ്മളുടെ ആ വയർ അതിനുള്ളിൽ കൂടെ ഇറങ്ങി വരും. കുറച്ചും കൂടെ ഞാനതൊന്ന് അടച്ചു വെച്ചു.
ഇനി നമുക്ക് ഇതിനുള്ളിൽ കൂടെ എടുത്തിട്ട് ഇതാദ്യം ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒന്ന് ചുറ്റി അങ്ങ് എടുത്തു കൊടുത്താൽ മതി. നമ്മൾ ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സ്ട്രോങ് ആണ്, അത് ഇളകി വരില്ല. ഇതുപോലെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് മുത്തുകളാണ്. ഇതുപോലെ നമ്മൾ റെഡ് കളറിലെ മുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു 4 എണ്ണം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുത്തിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ ലൂപ്പിൽ കൂടെ ഇതൊന്ന് എടുത്തിട്ട് കെട്ടിക്കൊടുക്കണം ഇതുപോലെ. അപ്പോൾ നമുക്കത് ഇതുപോലെ കിട്ടും. ഇത് എത്ര സിമ്പിളാണോ കാണാൻ, അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളും കൂടാണ്. നിങ്ങളത് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സക്സസ് ആയി വരുമ്പം നിങ്ങൾക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ്. എന്നിട്ട് നമുക്ക് ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഇയർ ഹുക്ക് ഇട്ട് കൊടുക്കാം, അഥവാ ഇയർ വയേഴ്സ്. അതിനുശേഷം ഇയർ വയറിൻ്റെ അറ്റത്തെ ലൂപ്പ് ചെറുതായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. എന്നിട്ട് ഇതിനുള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് സിമ്പിളായിട്ടുള്ള നമ്മളുടെ ആദ്യത്തെ ഇയറിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. കാരണം അത്രയ്ക്ക് സെറ്റ് ആൻഡ് ക്യൂട്ടാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ജോഡിയും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സിമ്പിൾ ആൻഡ് ക്യൂട്ട് ഇയറിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നല്ലൊരു തുടക്കമായിരിക്കും. ഇത്രയും ക്യൂട്ടും സിമ്പിളും ആയിട്ടുള്ള ഇയറിങ്സ് ചെയ്ത് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇയറിംഗ് ചെയ്യാം. ഇത് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. സിമ്പിളാണ്, വെറും സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന മുത്ത് ഇതുപോലെ ഗ്രീൻ കളറിലെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ഗോൾഡൻ വയർ എടുക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് ഒരു 12 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു 12 സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒരു 12 സെൻറ്റിമീറ്റർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് സ്പൈറൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ ഒരു പേനയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇതൊന്ന് സ്പൈറൽ ചെയ്യുവാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഊരാം. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ലൂപ്പ് ചെയ്ത് വെക്കണം. ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ചെറുതായിട്ടിങ്ങനെ ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് ലൂപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തും കൂടെ ലൂപ്പ് ചെയ്യണം, താഴത്തെ വശം. മൊത്തത്തിൽ നമ്മളത് ക്ലോസ് ചെയ്യുന്നില്ല. അത് നമുക്ക് ഒരു കാര്യം കൂടെ അതിനകത്ത് ചെയ്തിട്ടേ നമ്മളത് ക്ലോസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു ഐറ്റം ചെയ്തിട്ട് നമുക്കിത് ഇങ്ങോട്ട് വെച്ചേക്കാം. ഇനി നമുക്ക് വീണ്ടും ആർട്ടിസ്റ്റിക് വയറിൽ നിന്ന് ഒരു 5.5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുക്കണം.
ഇതുപോലൊരു 5.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടറ്റത്തും ലൂപ്പ് ചെയ്യണം. ഇതുപോലെ ഇതറ്റത്ത് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തും കൂടെ ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് എടുക്കേണ്ടത്, ഇതുപോലെ. എന്നിട്ട് ഈ ലാസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഈ ലൂപ്പ് നമ്മൾ ക്ലോസ് ചെയ്തില്ലല്ലോ, അത് നമുക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ ഇട്ടിട്ട് വേണം ക്ലോസ് ചെയ്യാനായിട്ട്. ഇതുപോലെ ഇതിൻ്റെ അറ്റം ക്ലോസ് ചെയ്യാം. അപ്പം നമ്മൾ ഇതിൻ്റെ അറ്റം ഇതുപോലെ ക്ലോസും ചെയ്തിട്ടുണ്ട്. അപ്പം സംഭവം ഇതുപോലെ സ്പൈറലിനുള്ളിൽ ഇതുപോലെ നിൽക്കണം. ഇത് പണ്ട് ദിവസം നമ്മൾ ചെയ്തതാണ്, പക്ഷെ ഒരു 1 ഇയറിന് മുമ്പാണ്. ഇത് വെറും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് കേട്ടോ ഒന്നും കൂടെ കാണിക്കുന്നത്. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ചെയ്യാം. പിന്നീട് നമുക്ക് ഒരു മുത്ത് മതി. ഈ മുത്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു കോപ്പർ വയറിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു മുത്തിനുള്ളിൽ കൂടെ ഇതുപോലെ ഇടുക. ഇതുപോലെ എടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ പിരുത്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്കിതാ ഈ ഒരു നീളമുള്ള ആ ഒരെണ്ണത്തിൻ്റെ അറ്റത്തേക്ക് ഇത് ചുറ്റി കൊടുത്താൽ മതി. ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ നല്ലപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്കത് ഇതുപോലെ കിട്ടും. ഏകദേശം ഇതുപോലെ. നമ്മളിനി ജംപ് റിങ്സ് യൂസ് ചെയ്താൽ ഇത് കുറച്ചും കൂടെ കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. ഇനി നമുക്കൊരു ജംപ് റിങ്സ് എടുക്കാം. സാധാരണ ഈ ടൈപ്പ് ഐറ്റം ചെയ്യുമ്പോൾ ഞാൻ ജംപ് റിങ്സ് അധികം യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇതിന് ജംപ് റിങ്സ് ആവശ്യമാണ്. ഇനി ഈ മുകളിലത്തെ 2 ലൂപ്പും ഈ ഒരു ജംപ് റിങ്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം, ഇതുപോലെ. അപ്പോൾ സംഭവം കറക്റ്റായിട്ട് നിന്നോളും. പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഇല്ലാതെ കറക്റ്റ് സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് നമ്മളുടെ ഇയർ വയർ എടുക്കാം. ഇതുപോലെ നമ്മൾ ഇയർ വയർ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അറ്റത്തേക്ക് നമുക്ക് ഇതിട്ട് കൊടുത്താൽ മാത്രം മതി. ഇട്ട് കൊടുക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്പൈറൽ ഇയറിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൈറൽ ഇത്രയും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 12 സെൻറ്റിമീറ്ററിന് പകരം കുറയ്ക്കാം. അതുപോലെ ഇത് നമ്മൾ 5.5 എടുത്തേക്കുന്ന ഈ നീളമുള്ളത്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ച് 3.5 2.5 അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ, ചെറുത് മതിയെങ്കിൽ ചെറുത്, വലുത് വേണമെങ്കിൽ വലുതെന്ന രീതിയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് സംഭവം നല്ല ക്യൂട്ടാണ്, സെറ്റാക്കിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ബ്യൂട്ടിഫുള്ളാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണേ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഇയറിംഗ് ചെയ്യാം. ഇത് നല്ല സൂപ്പർ സിമ്പിളാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നമ്മളുടെ ഗോൾഡൻ വയർ എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 10 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് കേട്ടോ. ഒരു 10 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് അളന്ന് നോക്കി അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. ഇനി നമുക്കിതൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഇതുപോലെ എക്സ്ട്രായും ഉണ്ട് നമുക്ക്. അങ്ങനെ നമ്മൾ ഇതുപോലെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടിടത്ത് ലൂപ്പ് ചെയ്യണം. ഈ ഒരറ്റം കൂടുതലും ദാണ്ട് ഇത് താഴോട്ടുമാണ് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ലൂപ്പ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ലൂപ്പ് ചെയ്ത് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് മുത്ത് കൊരുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പിങ്ക് കളറുള്ള മുത്താണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കാം. ഇത് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ കളേഴ്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുത്ത് ഇതിനകത്തോട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോപ്പർ വയർ എടുക്കാം. ഇത് ഏകദേശം എല്ലാം തീരാറായി. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം ഇച്ചിരി നീളത്തിൽ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് നമ്മൾ എല്ലാത്തിലും ചെയ്യുന്ന കണക്ക് ഇതിൻ്റെ അറ്റത്ത് ഇതൊന്ന് ചുറ്റിയെടുക്കണം. നമ്മൾ ഇത് ചുറ്റിയെടുത്താലാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇതിനകത്ത് മുത്ത് ഒരുക്കാം. ഇത് സിമ്പിളാണ് കേട്ടോ, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് മെയിനായിട്ട് ഈ ഐറ്റംസ് ഒക്കെ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കി ഓക്കെ ആണെന്ന് വരുത്തിയതിന് ശേഷം നമുക്ക് അടുത്ത കുറച്ചും കൂടെ വെറൈറ്റി ഡിസൈൻസ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഓരോ മുത്തുകൾ വീതം ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു മുത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഇതിനുള്ളിൽ കൂടെ എടുത്ത് ചുറ്റി കൊടുക്കണം കേട്ടോ. എന്നാലേ അത് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. ഇതുപോലെ ചുറ്റി മുത്തവിടെ സ്ട്രോങ് ആയിട്ട് നിർത്തിക്കൊണ്ട് ഒരു 3-4 പ്രാവശ്യം ഇതിനുള്ളിൽ കൂടെ എടുക്കുക. ഇനി എന്നിട്ട് അടുത്ത മുത്ത് ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ 9 മുത്തുകളാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് നിങ്ങൾക്ക് മുത്തം കൊരുത്താൽ മതി. അപ്പോൾ ഒരെണ്ണത്തിൽ കൊരുക്കുമ്പോൾ അറിയാമല്ലോ എത്ര എണ്ണമാണെന്ന്. എന്നിട്ട് അതേതനുസരിച്ച് അതിൻ്റെ ജോഡിയിലും കൊരുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇത്രയും കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ 9 മുത്തും കൊരുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്തങ്ങ് മാറ്റിയേക്കാം. അപ്പം നമുക്കത് ഇതുപോലെ സെറ്റായി കിട്ടും. നല്ല ഭംഗിയാണ് കാണാൻ. ഇനി നമുക്ക് ഇയർ വയർ എടുക്കാം. ഇതുപോലെ ഇയർ വയർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കണം. അതിനുശേഷം നമുക്കിത് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. നല്ല ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ടുള്ളത് റെഡിയായി. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് ലൂപ്പ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മുത്തുകൾ കൊരുത്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കുക. ഇനി നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ കൂടെ ചെയ്തേക്കുക. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ഇയറിംഗ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വയർ എടുക്കുക. അതൊരു 8 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ അളവ് വെക്കുന്നുണ്ട്. എപ്പോഴും അളവ് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. എന്നാലേ നമ്മളുടെ രണ്ടും കറക്റ്റായിട്ട് വരും. ഇല്ലെങ്കിൽ രണ്ട് ഇതായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത വയറിൽ നമ്മൾ ഇതുപോലെ ഒരു 2 സെൻറ്റിമീറ്റർ ഇതുപോലെ 2 സെൻറ്റിമീറ്റർ ഒന്ന് അളന്നിട്ട്
നമുക്കൊന്ന് ഇതുപോലെ പ്ലെയർ വെച്ചിട്ടൊന്ന് തിരിക്കാം. ഇതുപോലെ ഒന്ന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ വലുതും ഈ ഒരു പോർഷൻ ചെറുതുമായിട്ടാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ കൈയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പിന്നീട് ഈ പോർഷനും നമുക്ക് അതുപോലെ തന്നെ വരണം. ഇപ്പോൾ 2 പോർഷനും നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും, കണ്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ലൂപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ലൂപ്പ് ചെയ്യാം. ആദ്യം നമുക്കിതിൽ അത്യാവശ്യം ഇച്ചിരി നല്ല ഫുള്ളോടെ കംപ്ലീറ്റ് ചെയ്യുന്നതല്ല, നമുക്ക് ദാണ്ട ഈ ഒരു രീതിയിൽ വേണം ഇത് നിൽക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തും ലൂപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ദാ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് അകത്തോട്ട് വെച്ചേക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയാണ് നമ്മൾ സെറ്റാക്കേണ്ടത്. ഇനി ഇതിനകത്ത് മുത്തിടുന്ന ആ ഒരു പരിപാടിയാണുള്ളത്. അപ്പോൾ നമ്മൾ മുത്തിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ടിയർ ഡ്രോപ്പ്, നമ്മളുടെ മഴത്തുള്ളി മുത്തെന്നൊക്കെ സാധാരണ ഇതിൽ നമ്മൾ പറയുന്ന ആ ഒരു ടൈപ്പ് മുത്താണ് എടുത്തേക്കുന്നത്. ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അതിനുശേഷം ഇത്രയും ചെറിയ ഒരു ഗോൾഡൻ കളറുള്ള മുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞുതരാം. പിന്നീട് നമ്മൾ കോപ്പർ വയറാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് കട്ട് ചെയ്ത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഇത് ഞാനങ്ങ് എടുക്കുവാണ്. ഇതിനകത്ത് ആദ്യം നമ്മൾ ഈ ചെറിയ കളറിലെ ആ ഒരു ഗോൾഡൻ കളറിലെ മുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറക്റ്റ് നടുക്ക് വരുമ്പം നമ്മളിത് ഇതുപോലെ അങ്ങ് മടക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 2 തിരി കൊടുത്തേക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മളുടെ ഈ ഒരു മുത്ത് ഇതിനുള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അതിനുശേഷം നമ്മളുടെ ഈ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ അറ്റത്തേക്ക് ഈ ഒരു സംഭവം വെച്ച് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമുക്കത് ഇതുപോലെ സെറ്റായി കിട്ടും. ഇത് കാണാൻ നല്ല ക്യൂട്ടാണ്, സെറ്റാണ് കേട്ടോ. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ചെയ്തപ്പോൾ എനിക്ക് വേറെ ഒരു ഡിസൈനും കൂടെ കിട്ടി. അത് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെയൊക്കെ നോക്കുക. അതിന് ശേഷം ഇനി നമുക്കൊരു കാര്യവും കൂടെ ഉണ്ട്. ഒരു കാര്യമല്ല, നമുക്ക് 2 കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇച്ചിരി കൂടെ വലിയ ഗോൾഡൻ കളറുള്ള മുത്ത് ഞാൻ എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പശ വേണം. പശ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അകത്തോട്ട് വെച്ചേക്കുന്ന ഈ ഒരു അറ്റത്തേക്ക് നമുക്ക് ആ ഒരു ഗോൾഡൻ കളറ് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താണ്ട് ഇതുപോലെ പശ തേക്കുവാണ്. അതിന് ശേഷം ഈ ഗോൾഡൻ കളറുള്ള മുത്ത് അതിനുള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു കുറച്ച് സമയം ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇവിടെയും മുത്തിട്ടിട്ടുണ്ട്, ഇവിടെയും മുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരൊറ്റ കാര്യം കൂടിയേ ഉള്ളൂ. ഇതിനകത്ത് ഇയർ വയർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇയർ വയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് ഓപ്പൺ ആക്കാം. എന്നിട്ടിത് ഇതുപോലെ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളുടെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഇയറിംഗ് സെറ്റായിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് കുറവായിട്ട് ചെയ്തിട്ട് ഈ ഒരു ഡിസൈനിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ നീളം നല്ല കൂടുതലാണ്. പക്ഷേ നീളമായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ജോഡിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് സംഭവം ക്യൂട്ട് ആൻഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടില്ലേ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ചെയ്തിട്ട് നിർത്താം.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വയറെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 8 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യാം. മിക്കപ്പോഴും ഞാൻ 8 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 8 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ 8 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്ന മുത്ത് ഇതുപോലെ പേൾ മുത്താണ് കേട്ടോ, വൈറ്റ് പേളിൻ്റെ മുത്ത്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഏകദേശം കറക്റ്റ് നടുക്ക് വെക്കുക. എന്നിട്ട് ഇതുപോലെ വളയ്ക്കുക. പിന്നീട് ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ ഒന്നാക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒന്ന് പിരുത്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇതുപോലെ. എന്നിട്ട് നമുക്കിതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് കണ്ടില്ലേ, ഒരു ലൂപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇതും കൂടെ അതുപോലെ വെക്കുക. ഈ ലൂപ്പിൻ്റെ ഏത് വശമാണ് ലൂപ്പ് ഇരിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൂപ്പ് ഇതുപോലെ പ്ലെയർ വെച്ചിട്ട് ശരിയാക്കി കൊടുക്കാം. പിന്നെ നമുക്കിതുപോലെ ഇയർ വയർ എടുക്കാം. അതിൻ്റെ അറ്റം ഒന്ന് ഓപ്പൺ ആക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ. എന്നിട്ട് അങ്ങ് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. ഇതുപോലെ പിരുത്ത് കിടക്കും. അറ്റത്ത് വന്നിട്ട് ഒരു ചെറിയ മുത്ത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ജോഡിയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യൂട്ട് ആൻഡ് സെറ്റായിട്ടുള്ള ഇയറിംഗ് ഇവിടെ സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഇന്ന് അതിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ നല്ല ഭംഗിയാണ്. നിങ്ങളത് ഇട്ട് നോക്കുമ്പോഴേ നിങ്ങൾക്കതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത്രയും എണ്ണത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് പറയാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.